ശബരിമല സ്വർണ്ണക്കവർച്ചയിൽ രണ്ട് മുന്നണികളും പങ്കാളികളാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. LDF സ്വർണ്ണക്കവർച്ചയിലും UDF സ്വർണം കടത്തിയതിലും പങ്കാളികളാണ്. തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമിട്ട് കൊച്ചിയിൽ NDA സംഘടിപ്പിച്ച റാലിയിൽ പ്രവർത്തകരെ അഭിസംബോധന ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി. 1,00,000-ഓളം പ്രവർത്തകർ മഹാസമ്മേളനത്തിൽ പങ്കെടുത്തു. കേരളത്തിലെ ഇടതു വലതു മുന്നണികൾ അഴിമതിയിലും വർഗീയതയിലും വികസന വിരുദ്ധതയിലും ഒത്തുചേരുകയാണ്. ശബരിമല സ്വർണ്ണക്കവർച്ചയിൽ ഇടതു വലതു മുന്നണികൾക്ക് പങ്കാളിത്തമുണ്ട്. കോൺഗ്രസ് നേതൃത്വത്തിലുള്ള ഭരണത്തിൽ സോളാർ അഴിമതിയായിരുന്നെങ്കിൽ LDF വന്നപ്പോൾ CMR-ലായി. NDA സർക്കാർ കേരളത്തിൽ അധികാരത്തിൽ വന്നാൽ ഭൂമാഫിയെ അടക്കം എല്ലാ മാഫിയകളെയും തുടച്ചു നീക്കുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. सूरतगढ़े यहाँ जब UDF की सरकार थी तो सोलर स्कैम की चर्चा होती थी. आज LDF सत्ता में है तो CMRL स्कैम छाया हुआ है. सबरीमाला मंदिर की लूट में भी इनकी पार्टनरशिप देखिए. LDF के लोगों पर गोल्ड की लूट के आरोप है तो UDF के लोगों पर लूटे हुए गोल्ड को बेचने के आरोप लग रहे हैं. ജയ് വികസിത കേരളം എന്ന മുദ്രാവാക്യമുയർത്തിയും NDA പ്രവർത്തകരെ കൊണ്ട് ഏറ്റുവിളിപ്പിച്ചുമായിരുന്നു പ്രധാനമന്ത്രി പ്രസംഗം തുടങ്ങിയത്. जय केरलम, जय विकसिता केरलम, जय विकसिता केरलम. ഇടതു വലതു മുന്നണികൾ മാറി മാറി ഭരിക്കുന്ന പാറ്റേണാണ് വികസന മുരടിപ്പിനെ വഴിവെച്ചതെന്നും പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി. കോൺഗ്രസിന് യുവാക്കളെ വിശ്വാസമില്ലെന്നും സ്റ്റാർട്ടപ്പ് കമ്പനികളിലൂടെ യുവാക്കൾ ഡ്രോൺ നിർമ്മിക്കുന്ന കാര്യം പോലും രാഹുൽ ഗാന്ധിക്ക് അറിയില്ലെന്നും അദ്ദേഹം പരിഹസിച്ചു. പശ്ചിമേഷ്യയിലെ യുദ്ധസമാന സാഹചര്യത്തിൽ ആർക്കും ആശങ്ക വേണ്ട, പ്രവാസികൾക്ക് എല്ലാ സുരക്ഷയും ഭാരതം ഒരുക്കുമെന്നും പ്രധാനമന്ത്രി ഉറപ്പു നൽകി. കലൂർ രാജ്യാന്തര സ്റ്റേഡിയത്തിൽ നടന്ന റാലിയിൽ NDA ചെയർമാനും BJP സംസ്ഥാന അധ്യക്ഷനുമായ രാജീവ് ചന്ദ്രശേഖർ അധ്യക്ഷത വഹിച്ചു. കേന്ദ്രമന്ത്രിമാരായ സുരേഷ് ഗോപി, ജോർജ് കുര്യൻ, NDA കൺവീനർ തുഷാർ വെള്ളാപ്പള്ളി, 2020 കോർഡിനേറ്റർ സാബു M ജേക്കബ്, C സദാനന്ദം മാസ്റ്റർ B, നേതാക്കളായ V മുരളീധരൻ, CK പത്മനാഭൻ എന്നിവർ പങ്കെടുത്തു. നിറഞ്ഞ ഹർഷാരവത്തോടെയും ഭാരത് മാതാ കി ജയ് വിളികളുമായി ആവേശത്തോടെയുമാണ് NDA പ്രവർത്തകർ പ്രധാനമന്ത്രിയെ ശ്രവിച്ചത്. ജനം, കൊച്ചി.